അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന സമയം ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും അടുത്തു വരുവാൻ കർത്താവിന്റെ പാദപീഠങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഗാംഭീര്യമേറിയ വിഷയത്തെ നമുക്ക് ധ്യാനിപ്പാൻ ലഭിച്ച സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചിന്തിക്കുകയും ചെയ്തതായിട്ടുള്ള വേദഭാഗത്തിൽ നിന്ന് തുടർച്ചയായി നമുക്ക് ഈ ഭാഗം ധ്യാനിക്കാം, അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ധ്യാനിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിൽ അടിയനെ വഹിക്കണമേ. യോഗ്യതകളോ പരിജ്ഞാനമോ യാതൊരു വിധമായിട്ടുള്ള പ്രാഗൽഭ്യമോ ഇല്ലാത്ത എന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും നാളുകളിലൊക്കെ വഹിച്ചു. കർത്താവ് താങ്ങി ഈ പകൽക്കാലവും വചനത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനുള്ള കൃപ നൽകി തന്ന് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അടിയനെ വഹിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചിന്തിച്ച ഭാഗങ്ങള് അല്പമായി നമുക്ക് ഒരു സമറൈസ് ചെയ്തിട്ട് മുൻപോട്ട് പോകാമെന്ന് കരുതുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചിന്തിച്ചു നമ്മൾ കർത്താവിൽ ആരാകുന്നു, വിശുദ്ധന്മാരാകുന്നു. നമ്മെ ക്രിസ്തു യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുകയും പത്രോസിന്റെ ജീവിതത്തിന്റെ അനുഭവത്തോട് ചേർന്ന് യഥാസ്ഥാനപ്പെടുത്തിയ ആ അനുഭവങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ധ്യാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് യേശു കർത്താവിൽ നമ്മൾ എഫേസ്യ സഭയെയും കൊരിന്ത്യ സഭയെയും പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം ക്രിസ്തു യേശുവിൽ വിശ്വാസികളായ സകലരെയും നമ്മൾ ഏവരെയും ദൈവത്തിന്റെ വചനം വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുവാൻ തക്കണം ഇടയായി. ഞങ്ങൾ ജഡത്തിൽ ആരെയും സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. നമ്മുടെ പോരാട്ടങ്ങൾ എങ്ങനെയുള്ളവയെന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ പോരാട്ടങ്ങൾ ജഡരക്തങ്ങളോടല്ല, ജഡത്തിലല്ല, രോഗത്തിലെ ആൾക്കാരോടല്ല, എന്നാൽ ആത്മീയ മണ്ഡലങ്ങളിലുള്ള ദുഷ്ടസേനകളോടാകുന്നു. എന്നാൽ അവിടെയൊക്കെ തകർക്കുവാനായിട്ടുള്ള ദൈവകൃപയും ദൈവികമായിട്ടുള്ള ശക്തിയും നമുക്ക് ദൈവവചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായി. 2 കൊരിന്ത്യർ 10:3-5 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി. പിന്നെ ദൈവവചനത്തിൽ യേശു കർത്താവിന് എതിരായിട്ടുള്ള സകല ആലോചനകളെയും തകർക്കുന്ന ആ ഒരു കൃപ നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുവാനൊക്കെ ഇടയായി. പിന്നെ വിശ്വാസിയുടെ പോരാട്ടം ആരോടാകുന്നു? ദ ബിലീവേഴ്സ് ഫോ. അത് സാധാന്യ ശക്തികളോടാകുന്നു. ഈ ദുഷ്ടലോകത്തിന്റെ അന്ധകാര സേനകളോടുകൂടെ ആകുന്നു നമ്മുടെ പോരാട്ടമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. പിന്നെ അതുകൊണ്ട് നമ്മൾ therefore put on the full armor of God. ആ therefore-ന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചു. ഈ ദുഷ്ടസേനകളുടെ ആ the nature of our enemies, അവരുടെ ആ നേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതുകൊണ്ട് therefore we will put on the full armor of God. ആ ആർമർ ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കുമ്പോൾ ദൈവം നമുക്ക് അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കൃപ നൽകി തരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. പിന്നെ സർവായുധ വർഗത്തിന്റെ 5 എലിമെന്റ്സ്, അത് ഡിഫെൻസീവ്, അതിൽ ഒറ്റ ഒരെണ്ണം മാത്രം ഒഫെൻസീവ് ആകുന്നു, അത് ദൈവവചനം ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ സർവായുധ വർഗത്തിന്റെ 6 എലിമെന്റ്സിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി പവർ പോയിന്റ് എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷെങ്കിൽ ഈ ഒരു ബെൽറ്റ് ഓഫ് ട്രൂത്ത് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പം അതിന്റെ ഡീറ്റെയിൽ മനസ്സിലാക്കണമെങ്കിൽ ആ സമയത്ത് ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്ന റോമ പട്ടാളത്തിലെ സൈനികരുടെ ആ ഒരുക്കം, അവരുടെ അരയ്ക്കുള്ളതായിട്ടുള്ള ബെൽറ്റിന്റെ ഡീറ്റെയിൽ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും, വിത്ത് എ ബെൽറ്റ് ഓഫ് ട്രൂത്ത് buckled around your waist, having your loins girt with truth. നമ്മൾ ഈ ബെൽറ്റിനെ പറ്റി ചിന്തിക്കുമ്പം ഈ ബെൽറ്റിന്റെ അടിവശത്ത് ഒരു അണ്ടർ ഗാർമെന്റ് ഉണ്ടായിരുന്നു. ആ അണ്ടർ ഗാർമെന്റ് വാള്, മറ്റുള്ള ആയുധങ്ങളൊക്കെ
ഈ ബെൽറ്റിലേക്ക് ഘടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. എന്നിട്ട് ഈ സമയത്തെ വസ്ത്രത്തിന്റെ ധാരണ ഇങ്ങനെയായിരുന്നു. വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യൻ അയാളുടെ വസ്ത്രം ഇങ്ങനെ അതിന്റെ പൂർണ്ണതയെ ധരിക്കുമ്പം യുദ്ധത്തിനായിട്ട് ഒരിക്കലും ഓടുവാൻ തക്കണം ഇടയാകുന്നില്ല. അപ്പം അത് നമ്മള് മുണ്ടെടുത്തു കഴിഞ്ഞ് അത് മടക്കി കുത്തി നമ്മുടെ അരയ്ക്കത് മുറുക്കി വെക്കുന്നത് പോലെ ഈ 5-6 ഇമേജസ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഇമേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഹി ഈസ് ബാറ്റിൽ റെഡി. അപ്പം he needs to have his garment wrapped around his waist so that he is able to run and then attack the enemy. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഈ 6 ആർമേഴ്സിന്റെ എലിമെന്റ്സിനെ പറ്റി സംസാരിക്കുമ്പം പൗലോസ് അപ്പോസ്തലൻ അന്ന് ഉണ്ടായിരുന്ന വസ്ത്രധാരണയുടെ ഒരു മെറ്റഫർ യൂസ് ചെയ്തിട്ട് അദ്ദേഹം നമ്മളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. Okay, why is it called the belt of truth? ഇത് വളരെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാകുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. And most importantly, this is the first piece in the armor of God. Okay, why is it the first piece in the armor of God? സത്യം ഒരുവന്റെ ജീവിതത്തിൽ ഇല്ലാതെ ഒരിക്കലും ദൈവവചനത്തോടോ ദൈവത്തോട് ചേർന്ന് നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് ഇടയാകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി സത്യം വേണം. ഒന്നും മറഞ്ഞിരിക്കുവാനായിട്ട് സാധ്യമല്ല. ഒന്നും ദൈവത്തോടും മറഞ്ഞിരിക്കാനായിട്ട് സാധ്യമല്ല. ഒന്നും സ്വയത്തോട് മറഞ്ഞിരിക്കാനായിട്ട് സാധ്യമല്ല. We need to be honest before God. We need to be honest before ourselves. If we have any element of dishonesty in our lives, we are not wearing the belt of truth. Okay. പിന്നെ ഈ ബാക്കിയുള്ള 6 ആയുധങ്ങളിൽ 5 ആയുധങ്ങൾ ഡിഫെൻസീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അതായത് അതിലൊക്കെ ഉള്ളതായിട്ടുള്ള സകല ആയുധങ്ങളെയും അറ്റാച്ച് ചെയ്ത് ഈ ഒരു ബെൽറ്റിലാകുന്നു മുറുകെ പിടിക്കുന്നത്. രണ്ടാമത് ഈ ബെൽറ്റ് ഷോൾഡർ വരെ ഉള്ളതായിട്ടുള്ള പോർഷനിൽ കവർ ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ള ആയുധങ്ങളുടെ വെയിറ്റും അതിൽ സപ്പോർട്ടഡ് ആകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. കാരണം നമ്മൾ ഈ പടത്തിൽ നോക്കുവാണെങ്കിൽ this is connected all across to the shoulder so that every other element of the armor of God is very well supported at your waist, which is the belt of truth. Okay, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ കർത്തൃസന്നിധിയിൽ ഇന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവേ, നീയുമായിട്ടുള്ള ബന്ധത്തില് എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകൾ ഇന്ന് ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും അറകളുടെ ഉള്ളിൽ അസത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? എന്റെ രഹസ്യ ഇടപാടുകളെ ഞാൻ ശോധന ചെയ്യുന്നു. Where am I in my life in terms of my relationship with you? എന്ന് നമ്മളെ ശോധന ചെയ്യാം. നമ്മൾ യൂത്തിനോട് ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആർ യു ടോയിങ് വിത്ത് എനി ഏരിയ ഓഫ് സിൻ ഇൻ യുവർ ലൈഫ്? നിന്റെ ജീവിതത്തിൽ പാപവുമായിട്ട് നീ നല്ല സുഖത്തിൽ കഴിയുന്ന എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടോന്ന് ദൈവവചനം നമ്മളോട് ചോദ്യം ചെയ്യുക. ആൻഡ് ദെൻ ഗോഡ് വാണ്ട്സ് us to cleanse ourselves. നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവനത് മുഴുവനായി ക്ഷമിക്കുവാനായിട്ട് അവൻ വിശ്വസ്തനാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. യെശയ്യാ പ്രവചനത്തിന്റെ 59-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ കൈ കുറുതായിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടില്ല, നിങ്ങളുടെ പാപങ്ങൾ അത്രേ ദൈവവും നിങ്ങളുമായിട്ട് the separation is your sin. And then അവിടെ പറയുന്നുണ്ട്, though your sins be as red as scarlet, he will make it as white as snow.
നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും അവൻ അത് ഹിമം പോലെ വെളുപ്പിക്കുവാനായിട്ട് അവൻ വിശ്വസ്തനും മതിയായവനുമാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ദൈവത്തിന്റെ സർവായുധ വർഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ഒരുങ്ങി കാത്തിരിപ്പോടെ ആയിരിക്കുമ്പോൾ, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ സകല അസത്യമുള്ള മേഖലകളെ അവിടുന്ന് നീക്കി എന്നെ അവിടുത്തെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച്, കർത്താവേ, നിന്റെ പുണ്യാഹ രക്തത്താൽ എന്നെ വിശുദ്ധീകരിച്ച് അങ്ങനെ എന്നെ ശുദ്ധിയുള്ളവനാക്കി നിന്റെ ആ എന്റെ അരയ്ക്ക് സത്യത്തെ കെട്ടുവാൻ നിൽക്കണം. എന്നെ നീ സഹായിക്കണമേ, പ്രാപ്തനാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരാം, പൂർണ്ണമായി തുറന്നു പറയാം, എന്റെ അപ്പ, ഇന്നതൊക്കെയുള്ള മേഖലകളിലൊക്കെ ഞാൻ പരാജയപ്പെട്ടു പോയി. നീ എന്നോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണമേ. അരയ്ക്ക് ഒരുവൻ സത്യം കെട്ടി കഴിയുമ്പോഴല്ലോ മറ്റുള്ള എല്ലാ സർവായുധ വർഗത്തിന്റെ എലിമെന്റ്സും ഇറ്റ് വിൽ fall in place because you are now qualified before the presence of God. The Lord has qualified you, he has cleansed you because you are wearing the belt of truth. അടുത്തതിലേക്ക് നമുക്ക് കടന്നു പോകാം. ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, നീതി എന്ന കവചം, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ രക്തമല്ലാതെ നമ്മെ ഒരു കാര്യത്തിനും വിശുദ്ധീകരിക്കുവാനായിട്ട് സാധ്യമല്ല. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ജീവിതത്തിൽ ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പാപം ഏറ്റുപറയുന്നവരും ഒക്കെ ആകുന്നു. എത്ര വട്ടം ജീവിതത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്? How many times have we gone and asked for forgiveness from the Lord from every sin? But don't we fall into sin again? എന്തുകൊണ്ടാണ് പാപത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ ബന്ധത്തിൽ ഇടയായെന്ന് ചോദിച്ചാല്, the righteousness comes from God alone. Righteousness എന്ന പൂർണ്ണ വിശുദ്ധി, നീതീകരണം. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, ആർ വി ജസ്റ്റിഫൈഡ് ബിഫോർ അവർ ലോർഡ്? നമ്മളെ നീതീകരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രവർത്തിക്ക് സാധ്യമാണ്? What is it that can proclaim us as righteous before the presence of God? നമുക്കത് പറയുവാനായിട്ട്, നമുക്ക് എന്തെങ്കിലും കാഴ്ചവെക്കുവാനായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. ബട്ട് ദ സാഡ് ഫാക്ട് ഇസ്, ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നത് പോലെ നമ്മുടെ നീതി പ്രവർത്തനങ്ങളൊക്കെ പ്രിയമുള്ളവര് കറ പോരേണ്ട തുണി പോലെയാണ്. ഇത് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കറ പോരേണ്ട തുണിയെ നിന്ന് കറ മാറ്റുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. കറ മാറ്റുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമെങ്കിൽ ആ ഒരു തുണിയുടെ ഫാബ്രിക്കിന്റെ ടെക്സ്ചറിന് നിശ്ചയമായിട്ടും കേട് സംഭവിക്കും. ഇറ്റ് വിൽ നോട്ട് ബി restored to its original shape. ജീവിതത്തിൽ എല്ലായ്പ്പോഴും മനുഷ്യനായി ജനിച്ച ഏവന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. The stain of sin is very prominent. The stain of sin is very evident. The guilt from the stain of sin, പാപത്തിന്റെ ആ വലിയ പാപത്തിന്റെ ഭാരം പ്രിയമുള്ളവര്, അത് എല്ലായ്പ്പോഴും ജീവിതത്തിൽ അത് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കും. അതൊരു പാപിയെ തകർക്കും. എത്ര പേരാ ഒരു കുറ്റം ചെയ്തിട്ട് പ്രിയമുള്ളവരെ ആ ഒരു ജീവിതത്തിൽ അതിന്റെ ഭാരങ്ങളുമായിട്ട് നടക്കുന്നത്. So there is nothing that can cleanse us from the guilt of sin. There is nothing that can enable us to be proclaimed as righteous before the presence of God but the blood of Jesus. അതുകൊണ്ട് യേശു കർത്താവിന്റെ നീതീകരണം നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട്, കർത്താവെ, എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ 4:24 പറയുന്നുണ്ട്, നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവാനായിട്ട്. പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുമെന്ന് വെച്ചാൽ ഒരാള് നീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും താൻ ഒരു വിശ്വാസിയായിട്ട് ഓരോ നിമിഷവും ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്റെ ജീവിതം ദൈവത്തോട് അലൈൻഡ് ആയിട്ട് ദൈവത്തിന്റെ വഴികളിൽ ആയിത്തീരുന്നിട്ട്, ഒരു മനുഷ്യൻ നമ്മളെ നോക്കുമ്പോൾ
ഇതൊരു വിശ്വാസി എന്ന് പറയത്തക്കണം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായിട്ട് അവൻ മാറുമ്പോഴാകുന്നു നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് ഇടയാകുന്നത്. തിരുവചനത്തിൽ ഒരു ആളെ പറ്റി മാത്രമേ ഓർപ്പിക്കുന്നുള്ളൂ. അവന് അത് നീതിയായി കണക്കിട്ടു. ആരായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അബ്രഹാം പിതാവ് തന്റെ ദൈവമായ യഹോവയിൽ വിശ്വസിച്ചതുകൊണ്ട്, അവന്റെ കൽപ്പനകളെ അനുസരിച്ചതുകൊണ്ട് അവനത് നീതിയായി കണക്കിട്ടു. അൺക്വസ്റ്റ്യൻഡ് ഒബീഡിയൻസ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, അൺക്വസ്റ്റ്യൻഡ് ആയിട്ടുള്ള, ചോദ്യം ചെയ്യാത്തതായിട്ടുള്ള അനുസരണത്തിന്റെ ഉടമകളാകുന്നു നമ്മൾ. ദൈവത്തിന്റെ ആത്മാവ് പലതും പറയുമ്പോൾ നമുക്ക് ഒരു 100 ന്യായങ്ങൾ കാണും, 50 ലോജിക്ക് കാണും. നാച്ചുറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സുകളിൽ പലപ്പോഴും ഉയരും. അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റീസ്, അതിന്റെ സത്യം ഇതാകുന്നു. ഹൗ ക്യാൻ ഇറ്റ് ദിസ് ബി എന്ന് നമ്മൾ ചോദിക്കും. Unquestioned obedience is what God demands to honor us with His righteousness. Are we seasoned in our hearts? നമ്മുടെ ഹൃദയം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൽപ്പനകളെയും ദൈവത്തിന്റെ വചനത്തെയും ദൈവികമായിട്ടുള്ള അറിവിന്റെ ആ ഒരു അനുഭവം നമ്മളിലേക്ക് പകരുമ്പോൾ അത് ചോദ്യം ചെയ്യാതെ ഏറ്റെടുപ്പാനായിട്ട് നമുക്ക് ഇടയാകുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ചോദന ചെയ്യാം. പലപ്പോഴും നമ്മള് കാഴ്ചയാല നമ്മൾ ജീവിക്കുന്നത്, വിശ്വാസത്താലല്ല. ഇന്നെടുത്ത പാട്ട്, യേശുവെ പോലെ ആകുവാൻ എന്നെ ഉറപ്പിക്കണമേ കർത്താവേ, എന്നെ നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ നാഥ, നിന്റെ മഹത്വത്താൽ ഞാൻ നിറയപ്പെടുവാൻ തക്കണം, നിന്റെ പരിജ്ഞാനം കൊണ്ട് എന്നെ നീ സഹായിക്കണമേ. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം തന്റെ ആ വിശുദ്ധിയും നീതിയാലും നിറയ്ക്കുകയും നമ്മളെ കർത്താവ് സഹായിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട് പ്രിയമുള്ളവരെ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. For shoes, put on the peace that comes from the good news, so that you will be fully prepared. പഴയ നിയമകാലത്ത് ഇപ്പോഴത്തെ പോലെ നല്ല വഴികളോ യാത്ര ചെയ്യുവാനും സുഖമായിട്ട് ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള ക്രമീകരണങ്ങളും ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് സാമാന്യ ജനം സഞ്ചരിക്കുന്ന വഴിത്താരകൾ, the roads, the highways, the byways in the Old Testament times. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത്, we are a soldier in the army of God. We are fighting a spiritual warfare. ഇത് ഇന്നലെയും കൊണ്ട് തീർന്നില്ല. ഇന്നത്തെ ഒരു പോരാട്ടം ഇന്നും കൊണ്ട് അവസാനിച്ചില്ല. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ, therefore considering all your enemies, അതുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെ ഒക്കെ നമ്മുടെ മുൻപിൽ വരച്ച് കാട്ടി കഴിഞ്ഞിട്ട് പറയുന്നു, നിങ്ങളുടെ കാലുകൾക്ക് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, അതിനായിട്ടുള്ള ചെരുപ്പ് നിങ്ങൾ ധരിക്കണം. എന്താകുന്നു ഈ ചെരുപ്പെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, റോമ പട്ടാളത്തിലെ ഒരു സൈനികന്റെ ചെരുപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ റോമ പട്ടാളത്തിലെ സൈനികന്റെ ഈ ചെരുപ്പ് ഇങ്ങനെ ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെയാ. എന്നാൽ അതിന്റെ കീഴ്ഭാഗത്ത്, അതിന്റെ ബേസില്, അതായത് തറയെ ചവിട്ടുന്ന ഭാഗത്ത് ആണി തറച്ച്, മെറ്റൽ പീസസ് ഒക്കെ തറച്ച്, ഒരു മനുഷ്യൻ ഈ ചെരുപ്പിട്ടുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ അവന്റെ ഗ്രിപ്പ് വളരെ ഫേം ആയിരുന്നു. അവൻ തെന്നിപ്പോവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അവന്റെ യാത്രയുടെ മധ്യേ മലകള്, കുന്നുകള്, ചരിവുകള്, വെള്ളം, ഇതിലൊക്കെ അവൻ സഞ്ചരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു മെറ്റൽ പീസസ് അവന് നല്ല ഉറപ്പും
അവന്റെ കാലുകൾ ഓരോ ചുവടുകൾ വെക്കുമ്പം അവനെ തെന്നിപ്പോകാതെ അവനെ സൂക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള ചെരുപ്പുകൾ ആയിരുന്നു അന്ന് ധരിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. കാലുകൾക്ക് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ചെരുപ്പ് ധരിക്കണം എന്ന് പറയുമ്പം ഒന്ന് അത് കാണിക്കുന്നത് we should have spiritual traction with the Holy Spirit and with God Almighty. ആത്മാവിൽ ഉറപ്പുള്ളവരായി നമ്മൾ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ്, ദൈവശബ്ദം കേൾക്കുവാനായി. സ്പിരിച്വൽ ട്രാക്ഷൻ എന്ന് വിചാരിക്കുമ്പം ഒരു കേബിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരറ്റത്തൊരു സാധനം ഇരിക്കുമ്പം ഈ ട്രാക്ഷനുള്ള ഒരു കേബിൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ enable that substance to be held firmly in its place and either pulled up or either pulled down. അപ്പം ഈ ഒരു സ്പിരിച്വൽ ട്രാക്ഷൻ, അതായത് ഒരു പോരാട്ടത്തെ നേരിടുമ്പോൾ മാനുഷികമായി നമ്മുടെ ഇമോഷൻസ് ഇറ്റ് വിൽ ഫ്ലെയർ അപ്പ്. We will think about the extremes, the consequences, നമ്മുടെ ഇന്നേബിലിറ്റീസ്, നമ്മുടെ കഴിവില്ലായ്മകൾ, ശത്രുവിന്റെ വലിപ്പം. And then what will it naturally lead us to? It will naturally lead us to fear, anxiety, discouragement, and all of those things. But when a child of God faces challenges, ആത്മീയമായിട്ടുള്ള പോരാട്ടങ്ങൾ നേരിടുമ്പം ഒരു ദൈവ പൈതൽ എന്തോ ചെയ്യുന്നത്? Immediately the Holy Spirit connects with him. We don't need to call the Holy Spirit because we are assuming, നമ്മൾ ധരിക്കുന്നത് ഒരു ദൈവ പൈതല് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എല്ലായ്പ്പോഴും സംവാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഏത് സാഹചര്യത്തിലും പ്രിയമുള്ളവരെ താനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ദൈവ പൈതലുമായിട്ടുള്ള ആ സംഭാഷണത്തിന് ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്റെ പൈതലിന് വേണ്ടുന്നതായിട്ടുള്ള ആലോചനകളെ പറഞ്ഞത്. He will keep that child in balance, steadiness, to make sure that the child of God doesn't slip and fall. അതുകൊണ്ട് നിന്റെ കാല് നീ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടോ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിനക്കൊരു ട്രാക്ഷൻ ഉണ്ടോ? ദൈവ പൈതൽ നിന്നെ കാണുമ്പം സന്തോഷിക്കുന്നുണ്ടോ? Is he excited about you being his child? Is what we need to understand. ഇല്ലെങ്കിൽ ആ ഒരു ടെൻഷനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ സ്ട്രിങ്ങിൽ പ്ലേ ചെയ്യുമ്പം മധുരമുള്ള ഗാനങ്ങൾ എപ്പോഴാണ് വരുന്നത്? When do you hear a beautiful note being played on that guitar or a violin? That is when it is held in the balance at both ends. ഇങ്ങേ അറ്റത്ത് ദൈവത്തിന്റെ പൈതലിന്റെ നിരന്തരം സ്തുതികൾ, സ്തോത്രങ്ങള്, സംഭാഷണങ്ങൾ, അങ്ങേ അറ്റത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു കൃപയിലുള്ളതായിട്ടുള്ള ആ ഒരു ബലം നമുക്ക് ഉറപ്പാക്കുന്നതായിട്ടുള്ള ബന്ധത്തിൽ നമ്മളായിത്തീരുന്നു. So the traction between you and the Holy Spirit is so important for us to dwell in the presence of God. ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ ബാലൻസ്ഡ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വളരെ അത്യാവശ്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും പ്രിയമുള്ളവരെ. പല ആത്മീയ ജീവിതങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഇന്ന് തളർന്ന അവസ്ഥയില്ല. കാരണം പോരാട്ടങ്ങളിൽ അവര് തകർന്നു പോയി. When a challenge comes up, ജില്ലെന്ന് ആത്മീയമായിട്ട് നിലനിൽക്കുന്നവരൊക്കെ ആഞ്ഞടിക്കുമ്പം പലപ്പോഴും തളർന്ന് ക്ഷീണിച്ച അവസ്ഥയിൽ അവര് ആയിത്തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ പൈതല് തളരുവാൻ, ക്ഷീണിക്കുവാൻ ഇടവരില്ലേ എന്ന് ആദ്യമായിട്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. തന്റെ ജീവിതത്തിന്റെ പോരാട്ടങ്ങളിൽ താനുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ദൈവം തന്റെ ആലോചനകളെ ഓരോ നിമിഷവും തനിക്ക് പറഞ്ഞു തരികയും തന്റെ പൈതലിനെ ഉറപ്പിക്കുകയും ചെയ്യും. 2, put on the peace that comes from the good news. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, അത് that shows preparation. ഒരുക്കം. Are we ready with
the gospel of peace. പല ഭാഗങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് ആകുന്നുവല്ലോ, 28-19-20 വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പോയി ലോകമെങ്ങും സകല ജാതികളെയും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവേൻ. മർക്കോസിന്റെ 1:17 അത് പറയുന്നുണ്ട്. ഗോ ആൻഡ് പ്രീച്ച്. മർക്കോസിന്റെ 16:15 പറയുന്നുണ്ട്. ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ ക്രീച്ചേഴ്സ്, ഓൾ ക്രിയേഷൻ. അപ്പോസ്തല പ്രവർത്തികളുടെ 1:8 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എവിടെയാ സാക്ഷികളാകേണ്ടത്? യെരുശലേമിലും യഹൂദയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാനായിട്ട് പറയുന്നത്. So are we ready to preach the gospel? നമ്മളോട് പല പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് പലരെയും വിളിക്കാനായിട്ടൊക്കെ ഓർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ തിരക്കായിപ്പോയി. നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഓട്ടങ്ങളിൽ നമ്മൾ പിടിക്കപ്പെട്ടവരായിപ്പോയി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പം നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചു കഴിയുമ്പം the message is conveyed, that person is comforted. അങ്ങനെ നമ്മളോടും many a time ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൊക്കെ നമ്മൾ തന്നെ നീറിക്കൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ തോന്നും ഇന്ന ആളോടൊന്ന് പറ. അത് നമ്മുടെ ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, നമ്മുടെ പൈതലായിരിക്കും, നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ പ്രയാസം പങ്കുവെക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് സമാധാനത്തിനായിട്ടുള്ള ഒരു സുവിശേഷം, ദ ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് ഒരാളെ പോയി ക്രിസ്ത്യാനിയാക്കുന്നതല്ല, കർത്താവിന്റെ സ്നേഹം പങ്കിടുന്നത് മാത്രമല്ല. ഗോ ആൻഡ് ഷെയർ ദ ഗുഡ് ന്യൂസ് ദാറ്റ് ഹി വിൽ ഹീൽ, ഹി വിൽ ഡെലിവർ, ഹി ഈസ് ഗുഡ് ഇനഫ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ഈ സമാധാനത്തിനായിട്ടുള്ള സുവിശേഷം എന്തോ സുവിശേഷം is something which brings peace. അതുകൊണ്ടാണ് പറയുന്നത് സമാധാനത്തിനായിട്ടുള്ള സുവിശേഷം. അതിന് നമ്മുടെ കാലുകൾ ഒരുക്കമുള്ള ആയിത്തീരണമെന്ന്. How many times have we been able to comfort someone else who is not having the peace of God? അസമാധാനമായി ഞരങ്ങി ജീവിതത്തിന്റെ പ്രയാസങ്ങൾ തീരത്തില്ല എന്നൊക്കെ ചിന്തിച്ച് എത്ര വട്ടം പ്രിയമുള്ളവരെ നമ്മള് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഒരു പാട്ടുണ്ടല്ലോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും എന്ന് മാറുമോ എന്റെ വേദന, എന്ന് തീരുമോ എന്നൊക്കെയുള്ള ആ പാട്ട്. അങ്ങനെയിരിക്കുന്ന എത്ര വ്യക്തിത്വങ്ങള് ഇന്ന് പകൽക്കാലം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അവരോട് പോയി ഈ സമാധാനത്തിനായിട്ടുള്ള സുവിശേഷം നമുക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് എത്ര വട്ടം ഇടയായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ അവരെ ദൈവസന്നിധിയിൽ അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു സാക്ഷ്യം ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, മമ്മിക്ക് അറിയത്തില്ല, എന്നാൽ ഇത് ഞാൻ ഈ വിഷയം നമ്മുടെ യങ് അഡൽസിന് എടുത്തപ്പോൾ ഞാൻ പങ്കുവെച്ചു. പ്രിയമുള്ളവരെ, മമ്മി നാട്ടിൽ നിന്ന് കോഴഞ്ചേരിയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരുന്ന ഒരു യാത്രയില് പുല്ലന്നൂരിൽ നിന്ന് ബസ്സിലൊരു ഫാമിലി കയറി. ഒരു കുഞ്ഞ് 7 വയസ്സ് പ്രായമെന്ന് ചിന്തിച്ച് ആ ഒരു വളർച്ചയുള്ളൂ. അപ്പം അവനോട് മമ്മി സംസാരിച്ചു, അവന്റെ അമ്മയുടെ സംസാരിച്ചു. ചോദിച്ചപ്പം അവൻ 11ാം ക്ലാസ്സിൽ പഠിക്കുക, അവന് വളർച്ചയില്ല എന്ന് പറഞ്ഞു. ഒരു മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരിക ഡോക്ടറിനെ കാണാനായിട്ട്. വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, കുറെ നാളായി വരാൻ തുടങ്ങിയിട്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മമ്മി സുവിശേഷം പങ്കുവച്ചു. അവനോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കും, സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ വർഷമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മമ്മി വിളിക്കുമായിരുന്നു. ചുരുക്കം പറഞ്ഞാല് ചില നാളുകൾ കഴിഞ്ഞ് വിളിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞു, എന്റെ പൈതലിന്, എന്റെ കുഞ്ഞിന് 20 സെന്റിമീറ്റർ വളർച്ച കൂടി. എവിടുന്ന് വന്നു? ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിച്ചു. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന മറ്റുള്ളവരെ സുഖപ്പെടുത്തും, വിടുവിക്കും. ആൻഡ് ദിസ് വാസ് ജസ്റ്റ് അനദർ ഇൻസിഡന്റ്. നമ്മളിൽ കൂടെ പ്രിയമുള്ളവര് എത്ര പേര് ഈ സമാധാനത്തിനായിട്ട് സുവിശേഷം അറിഞ്ഞിട്ടുണ്ട്?
നാം എപ്പോഴും ബസ്സിലായിരിക്കും, മെട്രോയിലായിരിക്കും, ചിലപ്പം വഴിയാത്രയിൽ നമ്മുടെ കൂടെ കയറാനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച്, സാറേ എനിക്ക് ഇച്ചിരി പൈസ തരാമോ? എന്തു പറ്റി? ഇന്ന ഒരു പ്രയാസമുണ്ട്. ഞാൻ തരാം. പക്ഷെങ്കിൽ അതിനോട് ചേർന്ന് പറയണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ നിന്റെ വിഷയത്തെ ഞാൻ ഓർക്കാം. അത് അവന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന്റെ കാരണമായി തീരാനായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. കാരണം നമ്മൾ ദൈവത്തിന്റെ വചനമെടുത്ത നമ്മൾ ഇത് പങ്കുവെക്കുന്നത്. അപ്പം ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായി നിൽപ്പാനായിട്ട് ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ we must have a spiritual traction. It starts with us, God and us, the Holy Spirit and me. ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിലായി തീരുവാൻ ദൈവശബ്ദം കേൾക്കാനായിട്ട് ഇടയാണ്. രണ്ടാമത്തത്, നമ്മൾ എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ സുവിശേഷം പങ്കുവെക്കാനായിട്ട് ഒരുക്കമുള്ളതായി തീരണം. ഇതിൽ ഏറ്റവും അനുഗ്രഹം എന്ന് വെച്ചാല്, ഈ ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവ പൈതല് ഏത് പോരാട്ടത്തിന്റെ നടുവിലും ദൈവിക സമാധാനം അവന്റെ ഉള്ളിൽ കാക്കപ്പെടും. ദൈവിക സമാധാനം അവന്റെ ഉള്ളിൽ അവന് ലഭ്യമാണ്. So when you share the gospel, when you are ready with the preparation of the gospel of peace as your shoes, the Holy Spirit strengthens you with peace in your heart all the time. അത് ദൈവവചനത്തിലെ ആബ്സല്യൂട്ട് ഒരു വാഗ്ദത്തമാണ് പ്രിയരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ ഉള്ളിൽ ഞാൻ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ടാണോ, is my feet ready to proclaim the gospel? And most importantly, we need to be equipped with the shoes to run for the Lord all the time. ഒരു phrase ഇങ്ങനെയുണ്ട്, God works for him that waits for him. God works for him that wait for him. അതിന് നമ്മൾ ദൈവത്തിനായിട്ട് കാത്തിരിക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് നിശ്ചയമായിട്ടും ഓർക്കണം. നമ്മൾ എല്ലായ്പ്പോഴും അത് മനസ്സിലാക്കണം. ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ ആകാത്ത വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. Above all, taking the shield of faith, wherewith ye shall be able to quench all the fiery darts of the wicked. ഇത് ഒരു ഷീൽഡിന്റെ ഒരു ജസ്റ്റ് ഒരു പിക്ചറാണ്. എന്നാൽ പഴയ കാലങ്ങളിലൊക്കെ അന്നത്തെ ആൾക്കാരുടെ ഹൈറ്റ് ഒക്കെ വളരെ ചെറുതായിരുന്നു. ഏത് സമയത്തും നമ്മൾ നോക്കുവാണെങ്കിൽ, ആൻഡ് ഇത് ഞാൻ വെറുതെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞതല്ല, ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാലോ, പരിചയമൊന്നുമില്ല. ഞാനിത് ഒത്തിരി റെഫറൻസസുകളൊക്കെ പോയിട്ട് ആ റെഫറൻസസ് എന്നൊക്കെ കേട്ടതും മനസ്സിലാക്കിയതും ഉള്ളതായിട്ടുള്ള സംഭവങ്ങളാണ് ഞാനിത് ഇവിടെ പങ്കുവെക്കുന്നത്. അപ്പം അന്നത്തെ കാലത്തെ സോൾജേഴ്സ് വളരെ ചെറിയ ഹൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട്, ഹൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും ഒരു ഷീൽഡ്, എപ്പോഴും ഈ ആളിനെക്കാട്ടിലും വലിയ ഒരു സൈസില് ആയിരിക്കും എന്ന് നമ്മൾ ഓർക്കണം. പരിചയം എന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ സൈസിനെക്കാട്ടിലും, ഇപ്പൊ ഞാൻ നിൽക്കുവാണെങ്കിൽ എന്നെക്കാട്ടിലും വലിയ സൈസിലുള്ള പരിചയമല്ല, അല്ലെങ്കിൽ തടയാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു ഷീൽഡ് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഒരു യുദ്ധം വരുമ്പം യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്ന സോൾജേഴ്സ് എല്ലാം കൂടെ, അന്നത്തെ ഒരു കമന്ററി വായിച്ചപ്പം ഇവരെല്ലാം ഈ പരിച തങ്ങളുടെ മുമ്പിൽ പിടിക്കും. എന്നിട്ട് ഏകദേശം 1.5 മൈല് വീതിയിൽ ഇവര് അവരുടെ ഫ്രണ്ട് ലൈൻ അത് ബിൽഡ് ചെയ്യും. 1.5 മൈൽ വീതിയിൽ, അതായത് 1.5 മൈലോളം വരുന്ന സോൾജേഴ്സ് അവിടെ നിലനിന്ന് അവര് ഒരു ഫ്രണ്ട് ലൈൻ ബിൽഡ് ചെയ്യും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഈ തീയമ്പങ്ങള്, അതായത് കത്തിച്ച് അവിടെ അയക്കുന്നത്, തീയമ്പിന്റെ അറ്റത്ത് തീ കത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും എലിമെന്റ്സ് കാണും. എന്നിട്ട് അവിടുന്ന് കത്തിച്ച് ഈ എതിർ ശക്തികള് അല്ലെങ്കിൽ എനിമി അവരുടെ എതിരായിട്ട് ഈ തീയമ്പുകൾ അയക്കും. എന്നിട്ട് ഈ തീയമ്പുകൾ അയക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ തീയമ്പ് വരുന്നത് കാണാമല്ലോ, ഇവര് ഈ ഷീൽഡ് പരിച മുമ്പിൽ പിടിച്ചുകൊണ്ട് ഇവര് കുനിഞ്ഞിരുന്ന് അതിന്റെ ആ ഒരു തീയമ്പ് വരുമ്പം അതിനെ തടുത്ത് അതിനെ കെടുത്തി കളയും. എങ്ങനെയാ കെടുത്തുന്നത്?
ഈ പരിച എല്ലാം മെറ്റലും കൊണ്ട് പണിയുന്നതാ. അതിന്റെ പുറത്തൊരു ലെതർ ഒരു ലെയർ കാണും. ആ പരിചയെ കൊണ്ട് ഇവര് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവര് വെള്ളത്തിൽ മുക്കിയിടും. വെള്ളത്തിൽ മുക്കിയിട്ട് കഴിയുമ്പം ഇത് നനഞ്ഞിരിക്കും. അതായത് ഈ നനഞ്ഞിരിക്കുന്ന ഈ ലെതർ സർഫസിലോട്ട് തീയമ്പ് വന്ന് കൊള്ളുമ്പം അത് കെട്ടുപോകും. സോ ദിസ് വാസ് ദ സ്ട്രാറ്റജി ഇൻ ബാറ്റിൽ. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തി കളയുന്ന വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുമ്പം എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, we are sealing the entry of the Satan into our faith portion in life. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ മേഖലകളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മള് അത് തടഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഒരു സെക്കൻഡ് റോണി, ഞാൻ ഒരു പ്രേയറിൽ വചനം സംസാരിക്കാൻ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഖത്തറിൽ നിന്നുള്ളൊരു കോളാണ്, സോറി. അപ്പം നമ്മൾ ഈ വിശ്വാസം എന്ന തീയമ്പുങ്ങിനെ, ദുഷ്ടന്റെ തീയമ്പുകളെ നമ്മൾ കെടുത്തുന്നു എന്ന് പറയുമ്പം നമ്മുടെ വിശ്വാസ മേഖലകളിലോട്ടെല്ലാം എല്ലാ പഴുതുകളും നമ്മൾ അടച്ച് നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് കെടുത്തിക്കളയാം. പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും വിശ്വാസികളാണെന്ന് നമുക്ക് അഭിമാനിക്കാനും ജീവിതത്തിൽ അനുഭവങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കുകയും നമ്മൾ അങ്ങനെ മുന്നേറുന്ന ആൾക്കാര്. എന്നാൽ എത്ര പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ നിരാശകൾ കയറി വന്നിട്ടുണ്ടെന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യാം. എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്, പലപ്പോഴും വന്നിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചു നോക്കുമ്പം we've been petting those thoughts, അല്ലെ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇന്നയാള് അവൻ ഇങ്ങനെയൊക്കെ വായി നോക്കിയൊക്കെ നടക്കുക, അവൻ ഇങ്ങനെയൊക്കെ ഓരോ തോന്നിവാസമൊക്കെ ചെയ്ത് നടക്കുക, അപ്പൊ അവന് പ്രയാസമൊന്നുമില്ല. That is an entry point which we are building up for Satan to come in. അതൊരു പഴുതാ നമ്മൾ കൊടുക്കുന്നത്. That okay, I have reason to doubt. എനിക്ക് സംശയിക്കുവാനായിട്ട് കാര്യമുണ്ട്. അവന്റെ ജീവിതത്തിന്റെ നന്മയിൽ, അവന്റെ ജീവിതത്തിന്റെ യാത്രയൊക്കെ ഞാൻ ചിന്തിച്ചു നോക്കി, അവൻ ദൈവപൈതലല്ല, അല്ലെങ്കിൽ അവൻ തോന്നിവാസം നടക്കുന്നു, എന്നിട്ടും അവനത് അനുഗ്രഹമായിട്ടൊക്കെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ ഒരു പഴുത് അവിടെ നമുക്ക് ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ഭീതിയും അവിശ്വാസവും നമുക്ക് പലപ്പോഴും ഈ തീയമ്പിനുള്ള ഒരു ഇടമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. The believer will live by faith. Okay, the righteous will live by faith. അതുകൊണ്ട് നമ്മൾ വേറെ ആരെയും നോക്കണ്ട. ഞാനും ദൈവമായിട്ടുള്ള ബന്ധവും മുൻനിർത്തി നമ്മൾ അങ്ങനെ മുന്നേറുമ്പം, പ്രിയമുള്ളവരെ, എബ്രായ ലേഖനത്തിന്റെ 11:1 ഓർപ്പിക്കുന്നത് പോലെ കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാ സ്തോത്രം. It is the assurance of things that we don't see. We don't see that in our eyes before. What has been promised is not yet manifested. അത് ജഡമായി തീർന്നിട്ടില്ലെന്ന്. അതിനൊരു കാത്തിരിപ്പുണ്ട്, അതിനൊരു സമയമുണ്ട്. And God will enable us to experience the blessings at one point in time. അതുകൊണ്ട് ആ നാൾ വരെ നമ്മളെ നടത്താനായിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിന് സാധിക്കും. അതുകൊണ്ട് this is faith. No one can explain it by logic. ഇത് ഇപ്പം കാണണം എന്ന് പറയാൻ ചിലപ്പോഴൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ അത് സാധ്യമാകുന്ന ഒരു ദിവസത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയും അന്നുവരെ വിശ്വാസമെന്ന പരിച ധരിച്ച് അവിശ്വാസത്തെയും ഭീതിയെയും സംശയങ്ങളെയും ഒക്കെ നമ്മൾ തടഞ്ഞു നിർത്തി കർത്താവിന്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവരായിട്ട് നമ്മൾ ജീവിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ വിശ്വസിച്ചത് സാധ്യമാക്കി തരികയും നമ്മെ സഹായിക്കുകയും ചെയ്യും.
സാത്താൻ നമ്മളെ പരീക്ഷിക്കാനായിട്ട് പല കാര്യങ്ങളും കൊണ്ടുവരും. ഇന്ന് ഒരു വിഷയമെങ്കിൽ നാളെ വേറൊരു വിഷയം, മറ്റന്നാൾ വേറൊരു വിഷയം. അതുകൊണ്ടല്ലേ ഇന്നലകളുടെ ശോധനകളെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് എതിർത്ത് നിൽക്കാനായിട്ട് എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്തൊരു ഗെയിം ആണെങ്കിൽ നമുക്ക് ജയിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യാത്തൊരു കളത്തിലേക്ക് നമ്മൾ വിട്ടെങ്കിലോ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. Yet you will win because the battle belongs to the Lord. It is not ours. അതുകൊണ്ട് മത്സരത്തിനായിട്ട് നിൽക്കുന്ന ദൈവഭയത്തില് എല്ലായ്പ്പോഴും പഴുതുകൾ അടച്ച് ജീവിതത്തെ കാക്കണം. സംശയത്തിന് ഒരു ഇടവും കൊടുക്കില്ല. പ്രയാസത്തിന്റെ കാര്യങ്ങൾ വരുമ്പം ജസ്റ്റ് ബ്ലൈൻഡ്ലി ബിലീവ്. ജസ്റ്റ് ബ്ലൈൻഡ്ലി ബിലീവ്. അബ്രഹാമിനോട് ചോദിച്ചു, എങ്ങനെയാ, ആടെവിടെയാ? ദൈവം കരുതിക്കോളും. ആടുണ്ടോ? ഇല്ല, ആടവന്റെ മോനാ, ഇസ്ഹാക്ക് അവന്റെ ആട്. അല്ല, ദൈവം കരുതിക്കോളും. എന്തൊരു ഉറപ്പായിരുന്നു പ്രിയമുള്ളവരെ. അബ്രഹാമിന്റെ മനസ്സിൽ കൂടെ പോലും ചിന്തിച്ച് കാണത്തില്ല. ദൈവം കൽപ്പിച്ചു, ഞാൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് ഞാൻ പോവാ, ഒരാട് കാണുമെന്ന് ഒന്നും അബ്രഹാം ചിന്തിച്ചിട്ടില്ല. എന്നാൽ ചങ്കുറ്റത്തോടുകൂടെ മോറിയ മല കയറി തന്റെ മകനെ അവിടെ കെട്ടി യാഗപീഠത്തിന്മേൽ വെച്ചു. വെച്ച് കത്തി ആ കുഞ്ഞിന്റെ മേൽ വീഴാന്ന ആ നേരത്ത് ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു. സോ ഇറ്റ് മേ ബി ദ ലാസ്റ്റ് മിനിറ്റ് ഫോർ യു. യു മേ നോട്ട് ഹാവ് എൻ ഓപ്ഷൻ ബിഫോർ the world, before yourselves, before your family, but the Lord will provide. The Lord will provide. വിശ്വാസം എന്ന പരിച എടുത്ത് നമ്മൾ എല്ലായ്പ്പോഴും ദുഷ്ടന്റെ തീയമ്പുകളെ കൊടുത്ത്, you can quench the dart of the Satan. No dart will hit you unless you give the permission through your unbelief or your doubts. അതുകൊണ്ട് ഒരിക്കലും സംശയിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് നമുക്ക് ഇടയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രക്ഷ എന്ന ശിരസ്ത്രം, ഹെൽമെറ്റ് ഓഫ് അവർ സാൽവേഷൻ, ആൻഡ് ടേക്ക് ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. വളരെ ശിരസ്ത്രമാവുന്നുവല്ലോ. ഒരു മനുഷ്യന്റെ തല തകർത്ത അവൻ മരിച്ചുപോയി അല്ലെ? രക്ഷ തകർത്താൽ അവന്റെ നിത്യനാശമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ശത്രു എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉള്ള രക്ഷയുടേതായിട്ടുള്ള നിർണയം നശിപ്പിക്കാനായിട്ട് കടന്നു വരും. ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞാൽ ആരെയും റിവൈവ് ചെയ്യാനായിട്ട് നാച്ചുറലി പറ്റത്തില്ല. ദൈവത്തിന് കഴിയും മിറക്കിൾലെസ് ആയിട്ട്. ബ്രെയിൻ ഡെത്ത് ആയ ഒരു മനുഷ്യൻ, he is proclaimed as a dead person. He is not proclaimed as a live person. And then അതിനെ തുടർന്ന് ഫിസിക്കൽ ഡെത്തിനേക്കുള്ള ഒരുക്കങ്ങളാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുകൊണ്ട് സ്പിരിച്വലായിട്ട് ചിന്തിക്കും, ആത്മീയമായിട്ട് ചിന്തിക്കുമ്പം മനുഷ്യന്റെ രക്ഷയുടെ നിർണയത്തെ തകർക്കുവാനായിട്ട് ശത്രു പണി മുഴുവൻ പണിയും. എത്ര ആൾക്കാരുടെ രക്ഷയുടെ നിർണയമാണ് നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യു നീഡ് ടു റിയലി ഫൈറ്റ് എ വണ്ടർഫുൾ ബാറ്റിൽ filled with the knowledge and the presence of God. നമ്മൾ പലപ്പോഴും പല ആൾക്കാരെയും കാണാറുണ്ടല്ലോ, വിശ്വാസം അല്പമായിട്ടുള്ള ആൾക്കാര്, വിശ്വാസം ഇല്ലാത്ത ആൾക്കാര്. അവരെ കൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും ചെന്ന് എത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഇല്ല. അവരവരുടെ ആ ഒരു ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മുൻപിൽ വെച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സകലത്തിലും മീതെ അവരെ ജീവിതത്തെ തകർക്കുന്നു എന്ന് ഓരോ ദിവസവും അവർ കൺഫ്യസ് ചെയ്യും. എന്റെ പ്രശ്നം കാരണം എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, അല്ലെ ഇന്ന സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് എനിക്കിപ്പം മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഇതൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതം ഉരുകി അങ്ങനെ അങ്ങ് വരും. എന്നാൽ അതേ സാഹചര്യത്തിൽ ഒരു വിശ്വാസി എന്തോ ചെയ്യുന്നത്? വിശ്വാസി ചെയ്യുന്നത് അവന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയെങ്കിലും അവന്റെ ജീവിതത്തിൽ ദൈവം ഏറ്റവും വലിയവൻ, എനിക്ക് രക്ഷ നൽകി തന്ന ദൈവത്തിന് എല്ലാം സാധിക്കും എന്നുള്ളത്
അത് ഏറ്റുപറഞ്ഞ് അനുദിനം ജീവിച്ച് താൻ മുന്നേറുകയും ശക്തിയോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ഒരു രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാത്ത ആള് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കഴിയുമോ? എന്നാൽ രക്ഷയുടെ അനുഭവത്തിൽ വരാത്ത ഒരു വ്യക്തി കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പം ഹിസ് ലൈഫ് ടോട്ടലി ട്രാൻസ്ഫോംസ്, ഹിസ് ലൈഫ് ബ്ലൂംസ്. And that is what the helmet of salvation really means. Putting on the helmet of salvation, you are blessed with a new perspective. ദൈവം പുതിയൊരു ദർശനവും കാഴ്ചപ്പാടും ഒക്കെ നൽകിക്കൊടുത്ത് തന്റെ പൈതൽ രക്ഷയുടെ അനുഭവത്തിലായി തീർന്നുകൊണ്ട് ജീവിതത്തിൽ വ്യത്യസ്തമായി മുന്നേറുവാൻ തക്കണം രക്ഷയുടേതായിട്ടുള്ള അനുഭവത്തിൽ താൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരുന്ന ആ മാറ്റത്തിന്റെ അനുഭവമാകുന്നു നൽകിക്കൊടുക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിന്റെ 5 ഓർക്കുന്നുണ്ട്, ആസ് എ മാൻ തിങ്സ് ഹിസ് ഹാർട്ട് ഈസ്. ഒരുവൻ ചിന്തിക്കുന്നതാ അവന്റെ ജീവിതത്തിൽ ഭവിക്കുന്നത്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവരാ. യു ആർ ഹാവിംഗ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. What does that mean? When you have the mind of Christ, it means that you can do what Christ did. You can endure what Christ endured. You can be the spokesperson of Christ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ധരിപ്പാനായി ഉള്ളവരായി തീരാനായിട്ട് ഇടയായിട്ടുണ്ടോ? Do we have the mind of Christ in our lives? Are we being the spokespeople for the Lord? അതോ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൊക്കെ നമ്മൾ തളർന്നും ക്ഷീണിച്ചും തകർന്നും മറ്റുള്ളവരെ ഈ ഒരു തകർച്ചയിലേക്ക് നയിക്കുന്ന രീതിയിലാവുന്നു നമ്മൾ മുന്നേറുന്നത്. ഒരു വിശ്വാസി രക്ഷയുടെ ശിരസ്ത്രം ധരിച്ചതുകൊണ്ട് താൻ എല്ലാറ്റിലും ശക്തനും തന്റെ കർത്താവിൽ താൻ മതിയായവനുമെന്ന് പ്രഖ്യാപിച്ച് അനുദിനം ജീവിക്കുകയും താൻ അങ്ങനെ ശക്തമായി മുന്നേറുകയും ചെയ്യണമെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒരു സെക്കൻഡ്. ആറാമതായിട്ട് ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കും. ജെറി എന്ന് പറഞ്ഞൊരു ദൈവദാസന്റെ ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്സ് ഞാൻ അയച്ചു തരാം. ജെറി എന്നൊരു മനുഷ്യന്റെ പിതാവ് തന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, നീ ദൈവവചനം വായിക്കാറുണ്ടോ? എന്നിട്ട് ഇദ്ദേഹം പറയായിരുന്നു, വായിക്കാറുണ്ട്. ഞാൻ 20 മിനിറ്റ് വായിക്കുമ്പം എനിക്ക് 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ബൈബിൾ വായിച്ചു തീരുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ഏറ്റവും എന്നെ അതിശയിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാല്, ഈ ജെറി എന്ന് പറഞ്ഞ മനുഷ്യന്റെ പിതാവ് എല്ലാ 11 ആഴ്ചക്കുള്ളിൽ താൻ ദൈവവചനം തീർക്കുമായിരുന്നു. 11 ആഴ്ച എന്ന് വെച്ചാൽ ഏകദേശം 3 മാസം. എങ്ങനെയാവുന്നു ചോദിച്ചാൽ 5 ചാപ്റ്റർ രാവിലെ, 10 ചാപ്റ്റർ രാത്രിയിൽ, 20 ചാപ്റ്റർ ഒരു ഞായറാഴ്ച. ഇപ്പോഴുള്ളവരെ നമുക്ക് ദൈവവചനം പഠിക്കാനായിട്ട് താല്പര്യത്തോടുകൂടെ ദൈവവചനം നമ്മുടെ ഉള്ളിൽ പകരാനായിട്ട് നമ്മളോട് തന്നെ ദൈവവചനം ഇടപെടാനായിട്ട് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ചിന്തിച്ചു നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകും, we are nowhere close to the word of God. രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുന്ന ഒരു വിശ്വാസി ഓർക്കണം, that ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ഭടൻ അല്ലെങ്കിൽ ഒരു സോൾജിയർ, അവന് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അവൻ തകർക്കപ്പെടും. അവന്റെ ജീവിതം ശത്രുവിനെ തകർക്കുവാനായിട്ട് ഏറ്റവും എളുപ്പം സാധിക്കും, അവന്റെ ജീവിതത്തെ തകർക്കുവാനായിട്ട്. അതുകൊണ്ട് നമ്മള് ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഡിസ്കറേജ്മെന്റ്സും എല്ലാം കടന്നു വരും. അതുകൊണ്ട് ദൈവവചനം നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണം. The sword of the Spirit. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും
കൈക്കൊള്ളുവിൻ. Praying always with all prayer and supplication in the Spirit, and watching thereunto with all perseverance and supplication for the saints. അതിന്റെ ഫുൾ വാക്യം ഞാൻ വായിക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇത് കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. ഇത് ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ. ദിസ് ഇസ് ദി ഓൺലി ഒഫെൻസീവ് വെപ്പൺ ഇൻ ദി ആർമർ ഓഫ് ഗോഡ്. ഓക്കെ, ദി ഓൺലി ഒഫെൻസീവ് വെപ്പൺ ഇൻ ദി ആർമർ ഓഫ് ഗോഡ്. അതായത് ഇതുമായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിപ്പോയി പുറപ്പെടുമ്പം ശത്രുവിനെ നശിപ്പിക്കാനായിട്ട്, ശത്രുവിന്റെ ആലോചനകളെ തീർക്കുവാനായിട്ടുള്ള ഒരു ആയുധമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുമ്പോഴുള്ളത്. ഒന്ന്, പ്രാർത്ഥനയില്ലാത്ത ഒരു വിശ്വാസിയുടെ ജീവിതം ഇറ്റ്സ് ഇൻഎഫക്റ്റീവ്. ബിക്കോസ് പ്രേയർ ഇസ് വാട്ട് വചനത്തിൽ ഉറപ്പില്ലാത്ത ഒരു വിശ്വാസി is ineffective as a prayerful believer. Okay, ഇതിന്റെ മൂലപദം ഗ്രീക്കില് റേമ എന്നുള്ളൊരു വേർഡ്, RHEMA. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ദ പ്രൊനൗൺസ്ഡ് സ്പെസിഫിക് വേർഡ്, പ്രഖ്യാപിക്കുന്ന വ്യക്തതയുള്ള വാക്ക്. അത് എവിടെയാ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചാല്, യേശു കർത്താവ് താൻ ഉപവസിച്ച് മടങ്ങി വരുമ്പം സാത്താൻ പരീക്ഷിച്ചപ്പോൾ യേശു കർത്താവ് he used rhema, he used specific words which was against the specific situation that he was in. If we do not know the pronounced specific word, then we'll never be able to win a spiritual battle. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞത്, we need to be familiar with the word of God. We need to be able to use the word of God against our life situations. പലരും ഉണ്ടല്ലോ വേദവാക്യങ്ങള് നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്ത് അത് നല്ല രീതിയിൽ അത് പറയുന്നത്. കച്ചു ഞാൻ എപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. He uses the word of God very specifically and with humility. അറിയാമെന്നുള്ള ഭാവത്തിലല്ല, but he uses it against the specific situation. നമ്മളും പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വചനം തന്നിരിക്കുമ്പം നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പം it is delivered. We are delivered. The situation is delivered. Sword of the Spirit എന്തുകൊള്ള പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഈ ഒരു റോമ ഭടന്റെ ആ ഒരു സ്വാഡിനെ മച്ചേറ എന്ന് പറയും, അല്ലെങ്കിൽ മെഖൈറ. അത് 6 തൊട്ട് 18 ഇഞ്ച്, അതായത് 1/2 അടി തൊട്ട് 1.5 അടി വരെ നീളമുള്ള ഒരു വാളായിരുന്നു എന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. And it is carried by the soldiers to use as a defensive and an offensive weapon, both. Okay, നമ്മള് സ്വാഡിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ട്രെയിൻഡ് അല്ലെങ്കിൽ അത് ശത്രു വാങ്ങിച്ചിട്ട് നമ്മളെ കുത്തിക്കൊല്ലും, അല്ലെ നമ്മുടെ തല വെട്ടിക്കളയും, അല്ലെ നമ്മുടെ ഓരോ ഭാഗങ്ങള് വെട്ടിക്കളയും. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, പത്രോസ് യേശു കർത്താവിനെ പിടിക്കാനായിട്ട് കടന്നു വന്നപ്പം പത്രോസ് വാളെടുത്തിട്ട് ആ സോൾജറിന്റെ ചെവി വെട്ടിക്കളഞ്ഞു. ഇത് സെയിം ഒരു വാളായിരുന്നു, മച്ചേറ എന്ന് പറഞ്ഞ. അപ്പം ഒരു വ്യക്തിക്ക് തന്റെ ആയുധം ഉപയോഗിക്കണമെങ്കിൽ അതിൽ വളരെ നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇഫ് ഹി ഈസ് നോട്ട് ട്രെയിൻഡ്, ഹി ഈസ് നോട്ട് ഏബിൾ ടു യൂസ് ദ വെപ്പൺ. വാട്ട് ഡസ് ദാറ്റ് ട്രാൻസ്ലേറ്റ് ടു? ദൈവവചനം നമ്മൾ പഠിച്ചില്ലെങ്കിൽ we will not be able to use it effectively. If we are trained, we are able to win every battle in life. യുദ്ധം ഇല്ലെന്നല്ല,
യു ആർ എൻഗേജ്ഡ് ഇൻ വാർഫെയർ. യുദ്ധമുണ്ട്. ഈ യുദ്ധത്തിന് നടുക്ക് ദൈവവചനം എന്നുള്ള ആത്മാവിന്റെ വാളിനെ എടുത്ത് നമുക്ക് സകല യുദ്ധങ്ങളെയും ജയിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. നമ്മൾ എപ്പോഴും ഓർക്കാറുള്ളവരെ, ദി അതർ തിങ് ഇസ്, ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനം. ഇറ്റ് സ്പീക്സ് ടു യുവർ ലൈഫ് സിറ്റുവേഷൻസ്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു റിമൈൻഡ് us now again that ജീവിതത്തിന്റെ നീറുന്ന പ്രയാസങ്ങളുടെ വേദനകളുടെ ഒക്കെ നടുവിൽ ഈ ജീവനുള്ള വചനം നമ്മൾ അത് ഏറ്റെടുത്ത് അത് പ്രയോഗിച്ചു കഴിയുമ്പം ആ ജീവനുള്ള വചനം ഈ ജീവനുള്ള സാഹചര്യങ്ങളിലേക്ക് ചെന്നിട്ട് അതിനെ വിടുവിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മള് യേശു കർത്താവ് ഒരു ബാലെ സൗഖ്യമാക്കിയത് എന്തുകൊണ്ടാണ്? 2 words അല്ലെ? തലിത കുമി. തലിത കുമി എന്ന് പറഞ്ഞപ്പം ആ കുഞ്ഞ് എഴുന്നേറ്റു, ജീവനുള്ള ആയിത്തീർന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ജീവനുള്ള വചനം എടുത്ത് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും പറയുന്നത്. യഹോവ റാഫ, നിന്നെ സൗഖ്യമാക്കുന്നവൻ. യഹോവ ശമ്മ, എന്റെ സമാധാനം. എന്റെ ജീവിതത്തിന്റെ അസമാധാനത്തിന് നടുവിൽ എന്റെ സമാധാനം. ആത്മാവിൽ നമ്മൾ ദൈവവചനം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ, ഇറ്റ് ബിക്കംസ് എ ഡെലിവറൻസ് ഫോർ യു. വചനം ജഡമായി തീർന്ന് നമ്മുടെ ഉള്ളിൽ അത് സമാധാനമായി സൗഖ്യമായിട്ട് മാറുകയും നമ്മെ അങ്ങനെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവവചനം സകല ആയുധങ്ങളെക്കാൾ ശക്തിയേറിയതാണ്. ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് വേറെ 1-2 കാര്യങ്ങള്. സകല പ്രാർത്ഥനയാലും യാചനയാലും അല്ല, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഇങ്ങനെ നമ്മൾ ആത്മാവിന്റെ വാള് ഏറ്റെടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ, നമുക്ക് എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനും ജയോത്സവമായിട്ട് മുന്നേറുവാനും ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് ആത്മാവെന്ന വാള് we need to memorize. We need to practice memorizing scriptures, and that will enable us to tide over every life situation. അതിന്റെ അവസാനത്തെ എലിമെന്റ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. വചനമില്ലാത്തൊരു വ്യക്തി, പ്രാർത്ഥന ഇല്ലാത്തൊരു വ്യക്തി, ഹീസ് എൻ ഇൻഎഫക്റ്റീവ് ക്രിസ്ത്യൻ. സാത്താൻ ഒരു പേടിയില്ല ഇങ്ങനത്തെ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാനായിട്ട്. ബിക്കോസ് ഹി ഈസ് നോട്ട് അപ്ലൈയിങ് സ്ക്രിപ്ചർ ഓർ പ്രേയർ ടു റെസിസ്റ്റ് അഗൈൻസ്റ്റ് ദ സൈറ്റനിക് വാർഫെയർ. യുദ്ധത്തിന്റെ 2 ശക്തിയേറിയ ആയുധങ്ങളാ ദൈവവചനവും പ്രാർത്ഥനയും. ഇത് രണ്ടും ഉപയോഗിക്കാത്തൊരു വ്യക്തി ഒരിക്കലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ അല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, ഇവിടെ ഒന്ന് നമ്മൾ ഓർത്തല്ലോ, പ്രേ ഓൾവേസ്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും പ്രാർത്ഥിപ്പാനായിട്ട്. ഓൾവേസ്, ഓൾ ദ ടൈം വി നീഡ് ടു പ്രേ. 1 തെസ്സലോനിയർ 5:17 പറയുന്നുണ്ട്, പ്രേ വിതൗട്ട് സീസിങ്. ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ. നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതോ നമ്മൾ ഇടയ്ക്കിടയ്ക്കേ പ്രാർത്ഥിക്കുന്നുള്ളോ? വി പ്രേ intermittently or we pray always? If we are not praying always, it may be a simple prayer, it may be a song of praise. പ്രാർത്ഥനയുടെ ധൂപം എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ഉയരണം. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പം we are covering every scenario of spiritual warfare with the power of prayer. It's like a blanket which shields your objects. അല്ലെ? നമ്മൾ തണുപ്പ് വരുമ്പം ഒരു ബ്ലാങ്കറ്റ് ധരിക്കും, വെളിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കോട്ട് ധരിക്കും, അതും ഒരു രീതിയിൽ ബ്ലാങ്കറ്റ്. We are covering ourselves with the power of prayer
continual prayer. സകല പ്രാർത്ഥനയാലും. എന്തായിരുന്നു സകല പ്രാർത്ഥന എന്ന് പറയുന്നത്? പ്രേയിങ് ഓൾവേസ് വിത്ത് ഓൾ പ്രെയർ, എവ്രി പ്രെയർ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും. ചിലപ്പോൾ നമ്മൾ കൂട്ടായ്മയിരുന്ന് ഉറക്കെ പ്രാർത്ഥിക്കുമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മുറിയുടെ അറയിൽ നിന്ന് മുട്ടുന്നതിൽ നിന്ന് ആരും കാണാതെ പ്രാർത്ഥിക്കുമായിരിക്കും. ചിലപ്പം ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുമായിരിക്കും. It may be a public prayer, a private secret prayer. It may be a thanksgiving. It may be a song of praise. So in every prayer situation, you need to glorify God and use prayer as an instrument. Okay? അടുത്തത് യാചന, supplication. Supplication എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ടല്ലോ, ഉച്ചരിച്ചുകൂടാതെ ഞരക്കങ്ങളാൽ, ഗ്രോണിങ്സ് ദാറ്റ് വി കനോട്ട് അട്ടർ. നമ്മൾ അന്യഭാഷയെ കുറിച്ച് കച്ചു സംസാരിച്ചപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എൻ അട്ടറൻസ് വിച്ച് വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഉച്ചരിച്ചുകൂടാതെ ഞരക്കങ്ങളാൽ supplications rise up to the Lord in heaven. യാചനയാലും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പം സപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യാചന, which is an utterance, a groaning which we cannot understand. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ ആൽ നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കും. Pray in the spirit. ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പം നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒരു ജൽപ്പനം മാത്രമായി തീരും. ഇറ്റ് വിൽ ബി ജസ്റ്റ് എന്താ പറയുന്നത്, ജൽപ്പനത്തിന് ഇംഗ്ലീഷ് എനിക്ക് വരുന്നില്ല. ബട്ട് നമ്മൾ ജസ്റ്റ് ഒരു ജൽപ്പനം അങ്ങനെ പറഞ്ഞ ഒരു റെപ്പറ്റേറ്റീവ് പ്രെയർ. അല്ലെ പലപ്പോഴും നമ്മൾ ഇരിക്കാറുണ്ടല്ലോ, ചുമ്മാ ചടങ്ങിന് വേണ്ടി നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകും. നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ദേർ. ഒന്നും അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇറ്റ് ഇസ് ജസ്റ്റ് റെപ്പറ്റേറ്റീവ് പ്രെയർ. വി ആർ നോട്ട് പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ്. അതുകൊണ്ട് വെൻ യു പ്രേ, പ്രാർത്ഥന, സകല പ്രാർത്ഥനയാലും പ്രേ ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ്. Second, you have a supplication. You have a spirit of supplication. ഞരക്കങ്ങള് ദൈവസന്നിധിയിലേക്ക് പകരുക, ആത്മാവിൽ പകരുക. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ശക്തിയോടുകൂടിയുള്ളതായിട്ടുള്ള വചനം നമ്മൾ ദൈവസന്നിധിയിൽ പകർന്ന് എല്ലായ്പ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുക. പിന്നെ അതിനായി ജാഗരിച്ചും കൊണ്ട്. എന്താകുന്നു ജാഗരിച്ചുകൊണ്ട്? അതിന്റെ ഗ്രീക്ക് വാക്യം ടു ബി വാച്ച്ഫുൾ ആൻഡ് വിത്ത് പെർസിവറൻസ്. ഇവിടെ പറഞ്ഞത് വിത്ത് ഓൾ പെർസിവറൻസ് ആൻഡ് സപ്ലിക്കേഷൻ ഫോർ ഓൾ ദ സെയിൻസ്. വാച്ച്ഫുൾ എന്ന് പറയുമ്പം ഒരു ഗ്രീക്ക് വേർഡ്, അതിന്റെ ട്രാൻസ്ലേഷൻ അവിടെ പറയുന്നത് ടു ബി സ്ലീപ്ലെസ് ആൻഡ് ടു ബി അവേക്ക്, ടു ബി അറ്റൻറ്റീവ് ആൻഡ് ടു ബി വിജിലന്റ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥന ശൈലി ഇങ്ങനെയൊക്കെയാണോ? ആർ വി വിജിലന്റ്? ആർ വി അറ്റൻറ്റീവ്? ആർ വി സ്ലീപ്ലെസ്? ഉറക്കമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉറക്കളച്ചിരുന്ന് എഴുന്നേറ്റിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, the quiet time in the early hours of the morning. Do we spend time with the Lord in prayer? ഞാനും കർത്താവുമായിട്ട് കരം കോർത്തു പിടിച്ച്, എൻ്റെ കരം ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് കരം പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉറക്കളച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പെർസിവറൻസ്. To give constant attention to a thing. Prayers then don't quit. ഒരു വിഷയം നമ്മൾ ഏറ്റെടുക്കുമ്പം അത് കിട്ടുവോളം ദൈവസന്നിധിയിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു വീഡിയോ കണ്ടപ്പം പറഞ്ഞു, ഈ സംസാരിച്ച വ്യക്തി ജെറിയുടെ, ഞാൻ ഇതിന്റെ വീഡിയോസ് എല്ലാം അയച്ചു തരാം. ജെറിയുടെ ഭാര്യയുടെ പിതാവ് ജെറിയുടെ ഭാര്യയുടെ പിതാവാണോ മാതാവാണോ 29 വർഷക്കാലം മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് പ്രാർത്ഥിച്ചു. 29 നീണ്ട വർഷം. 29ാമത്തെ വർഷത്തിൽ ആ വ്യക്തി മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു.
പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ആഴങ്ങളൊക്കെ ലഭിക്കുവോളം ആകുന്നു, അതോ കുറെ നാളൊക്കെ പ്രാർത്ഥിച്ചു അത് ദൈവത്തിന്റെ ഹിതം അങ്ങനെയല്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ആ പ്രാർത്ഥന ഉപേക്ഷിച്ച് അങ്ങനെ പോകാറുള്ള ആൾക്കാരാകുന്നുവെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. അതുകൊണ്ട് 4 കാര്യങ്ങൾ അതിനോട് പറഞ്ഞു. ഒന്ന്, ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, പ്രേ അൺസീസിംഗ്ലി. എല്ലാ പ്രാർത്ഥനയാലും യാചനയാലും എന്നുള്ളതായിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഞരക്കങ്ങൾ ദൈവസന്നിധി പകരുക. 3-ാമത്തെ കാര്യം, നമ്മൾ ജാഗരിച്ച് പോരാടുവാനായിട്ട്, ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക്. അവസാനമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലായ്പ്പോഴും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ എഗൻസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങളിൽ ഉണ്ടെങ്കിൽ വിശുദ്ധരുടെ എഗൻസ്റ്റ് ആയിട്ട് അതിനപ്പുറമായിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. അവർക്ക് ശക്തമായി ദൈവസന്നിധി നിൽക്കുവാനായി, കർത്താവേ നീ അവരെ നീ കാക്കണമേ, പരിപാലിക്കണമേ, അവരുടെ വേലകളെ നീ സ്ഥിരപ്പെടുത്തണമേ, അവരെ മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാനായിട്ട് അവിടെ ആത്മീയ ജീവിതത്തിൽ കൂടെ ഇടയാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പോരാടുമെങ്കിൽ ദൈവസന്നിധി നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകും. ഈ ധ്യാനം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പോരാട്ടം എല്ലായ്പ്പോഴും ഉണ്ട്. പോരാട്ടത്തിന്റെ ചില സൈൻസ്, പെട്ടെന്നുണ്ടാകുന്ന രോഗം, പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകള്, നമ്മൾ ഈ കഴിഞ്ഞ ഇടയിലൊക്കെ കേട്ടല്ലോ. ഞാനത് പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ മനസ്സിൽ പല ദൈവസന്നിധി നിൽക്കുന്ന ദാസന്മാരുടെയും ദാസിമാരുടെയും ജീവിതത്തിലുള്ളതായിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത സമയത്ത് അൺനാച്ചുറൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം പ്രിയമുള്ളവര്, ഇറ്റ് ഈസ് ദ വാർഫെയർ, സേറ്റനിക് വാർഫെയർ അഗൈൻസ്റ്റ് ബിലീവേഴ്സ്. അതിൽ നിന്നൊക്കെ ദൈവം അവരെ വിടുവിക്കും. നഷ്ടമുണ്ടെങ്കിലും കഷ്ടമുണ്ടെങ്കിലും ഒക്കെ അവരെ ദൈവം താങ്ങും. ബട്ട് വി നീഡ് ടു ബി ഓൺ ദ ഗാർഡ് ourselves and against those people. We need to probably നമ്മുടെ പ്രാർത്ഥനയായിരിക്കും അവരെ പ്രൊട്ടക്ഷനിലേക്ക് നയിക്കാനായിട്ട് വരാൻ. അവരുടെ ജീവിതത്തിന്റെ കുറവുകളൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. Maybe we didn't pray enough for them. We need to pray, uplift them, uplift those saints, uplift ourselves, uplift our families. പെട്ടെന്നുണ്ടാകുന്ന മനസ്സ് മാറ്റങ്ങൾ, ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സംഭവങ്ങൾ, ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിത്വങ്ങൾ, these are all spiritual warfare scenarios, war zones against which you as a believer, തളരാനോ ക്ഷീണിക്കാനോ അങ്ങനെ സംഭവിച്ചു എന്ന് പറയാനായിട്ടല്ല, നീ വിശ്വാസി എന്നുള്ളതായിട്ടുള്ള ആ ഒരു നിന്റെ ആ പൊസിഷൻ എടുത്ത് ഇതിന് അഗൻസ്റ്റ് ആയിട്ട് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് നീ ജീവിക്കുമ്പം കർത്താവ് അവിടെയൊക്കെ അത്ഭുതകരമായിട്ടുള്ള ജയങ്ങളെ നൽകി തരും. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ശത്രുവിനേക്കാൾ ഏറ്റവും വലിയവനാണ്. Our enemy is mighty, no doubt about it. But our Lord is almighty. He has won the enemy. And the enemy has no place in a believer's life. And വിശ്വാസം എന്നുള്ളതായിട്ടുള്ള ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഈ സർവായുധ വർഗം ധരിച്ച് നമുക്ക് മുന്നേറുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, അതിനായിട്ട് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും നമ്മളെ ഏവരെയും എല്ലാ ദിവസവും നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ടും കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ടും ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മളെ സഹായിക്കുകയും ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ